സഹോദരങ്ങളെ, നമുക്കൊരു നാട്ടിൻപുറത്തെ കഥയിൽ നിന്ന് തുടങ്ങാം. സുന്ദരമായ ഒരു കുന്നിൻ ചെരിവ്. അവിടെ ഒരു ആട്ടിടയൻ തന്റെ ആടുകളുമായി മേയ്ക്കാനിറങ്ങിയതാണ്. എല്ലാം ഭംഗിയായി നടക്കുന്നു. എന്നാൽ ഉച്ചവെയിൽ കനത്തപ്പോൾ ക്ഷീണം തോന്നിയ ഇടയൻ ഒരു മരത്തണലിൽ വിശ്രമിക്കാനിരുന്നു. ആ ഇളം തെന്നലിൽ അയാൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഇടയൻ ലോകം മറന്നുറങ്ങുകയാണ്. പെട്ടെന്നാണ് കൂട്ടത്തിലെ ഒരു ആട് ഇടയന്റെ ഉറക്കം ശ്രദ്ധിച്ചത്. നിയന്ത്രിക്കാൻ ആരുമില്ലെന്ന ധൈര്യത്തിൽ അത് വേലിചാടി അടുത്തുള്ള കൃഷിയിടത്തിലേക്ക് ഓട്ടി. അത് കണ്ടതും ബാക്കിയുള്ളവരും ഓരോന്നായി അതിനു പിന്നാലെ കൂടി. അവ അവിടെയുള്ള വിളകൾ തിന്നാനും ചവിട്ടിമെതിക്കാനും തുടങ്ങി. നാട്ടുകാർ ഓടിക്കൂടി വടിയെടുത്തു ബഹളം വെച്ചു. പക്ഷേ നാട്ടുകാർ അടിക്കാനോങ്ങുമ്പോൾ ആടുകൾ കൂടുതൽ അക്രമാസക്തരായി കൂടുതൽ കൃഷി നശിപ്പിച്ചു. അപ്പോഴാണൊരു ജ്ഞാനി അവിടേക്ക് വന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ മിണ്ടാപ്രാണികളെ തല്ലുന്നത്? അവയെ നിയന്ത്രിക്കാൻ ഒരു വഴിയേയുള്ളൂ. ഇവയുടെ ഇടയൻ ഉറങ്ങുകയാണ്. നിങ്ങൾ പോയി അവനെ ഉണർത്തുക. നാട്ടുകാർ ഓടിച്ചെന്ന് ഇടയനെ ഉണർത്തി. ഉണർന്ന ഇടയൻ തന്റെ മുളന്തണ്ടിലൂടെ ഒരു ശബ്ദമുണ്ടാക്കിയതും അതുവരെ അക്രമാസക്തരായിരുന്ന ആടുകൾ വിനയത്തോടെ വരിവരിയായി ഇടയന്റെ അടുത്തേക്ക് മടങ്ങിവന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഥ വെറുമൊരു കഥയല്ല. കോഴിക്കോടുള്ള ഒരു സൂഫി ആശ്രമമായ മദീനത്തുൽ കിറാമിൽ വെച്ച് പ്രിയ ഉസ്താദിൽ നിന്നും വളരെ വർഷങ്ങൾക്ക് മുൻപ് കേട്ടതായിരുന്നു ഇത്. ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് തോന്നി. ഇനി നമുക്ക് വിശദീകരിക്കാം. നമ്മുടെ ശരീരമാണ് ആ കുന്നിൻ ചെരിവ്. അതിലെ ആടുകളാണ് നമ്മുടെ കണ്ണും കാതും നാവും കൈകളുമാകുന്ന അവയവങ്ങൾ. ആ അവയവങ്ങളെ നയിക്കുന്നത് നമ്മുടെ കൽബാകുന്ന ആട്ടിടയനാണ്. ഈ ശരീരത്തെ നമുക്കൊരു വലിയ സാമ്രാജ്യത്തോടും ഉപമിക്കാം. നമ്മുടെ ഓരോ അവയവവും ഓരോ പ്രജകളാണ്. അവയെ ഭരിക്കുന്ന മഹാരാജാവാണ് നമ്മുടെ കൽബ്. മോഷ്ടിക്കുന്ന കൈകളോട് മോഷ്ടിക്കരുത് എന്ന് നമ്മൾ ഉപദേശിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. മദ്യപിക്കുന്നവനോട് അത് പാടില്ലെന്ന് എത്ര പ്രസംഗിച്ചിട്ടും ഫലമുണ്ടാകണമെന്നില്ല. കാരണം ഈ അവയവങ്ങളെല്ലാം ആ രാജാവിന് കീഴിലുള്ള പ്രജകളാണ്. അല്ലെങ്കിൽ ഒരു ആട്ടിടയന് കീഴിലുള്ള ആടുകളെപ്പോലെയാണ്. അവയ്ക്ക് സ്വന്തമായി ബുദ്ധിയോ തീരുമാനങ്ങളോ ഇല്ല. അവയെ നയിക്കുന്നത് നമ്മുടെ കൽബാകുന്ന മഹാരാജാവാണ്. ആട്ടിടയൻ ഏതു വഴിക്ക് തെളിക്കുന്നുവോ ആ വഴിക്ക് ആടുകൾ നീങ്ങുന്നതുപോലെ ഈ രാജാവായ കൽബ് എന്തു കൽപ്പിക്കുന്നുവോ അത് പ്രജകളായ അവയവങ്ങൾ അനുസരിക്കുന്നു. അതുകൊണ്ട് പ്രജകളെ ശിക്ഷിക്കുന്നതിനു പകരം അവരെ നയിക്കുന്ന കൽബിനെയാണ് നമ്മൾ സംസ്കരിക്കേണ്ടത്. എപ്പോഴാണ് ഈ രാജാവ് തളർന്നു പോകുന്നത്? നമ്മുടെ ശരീരത്തിന് ഭക്ഷണവും വെള്ളവും വേണം. അതുപോലെ തന്നെ നമ്മുടെ റൂഹിനും ഭക്ഷണമുണ്ട്. അല്ലാഹുവിനെക്കുറിച്ചുള്ള സ്മരണകളായ ദിക്റുകളും പ്രവാചകന്റെ മേലുള്ള സ്വലാത്തുകളുമാണ് ആ ഭക്ഷണം. ഈ ആത്മീയ ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ രാജാവായ കൽബ് തളർന്നുപോകുന്നു. ആട്ടിടയനായ കൽബ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ഇന്ന് നമ്മുടെ പള്ളികളിലും വേദികളിലും നടക്കുന്ന പ്രഭാഷണങ്ങൾ കേവലം അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് കാതുകളിലേക്കാണ് പോകുന്നത്. അത് വിവരം നൽകുന്നുണ്ടെങ്കിലും കൽബിൽ മാറ്റം വരുത്തുന്നില്ല. യഥാർത്ഥ മാറ്റമുണ്ടാകണമെങ്കിൽ ആത്മീയമായ ഉന്നതി നേടിയ ഒരു ഗുരു, മുർഷിദ് ആവശ്യമാണ്. ആ ജ്ഞാനി പറഞ്ഞതുപോലെ അദ്ദേഹം വന്ന് നമ്മുടെ ഉള്ളിലെ ഇടയനെ ഉണർത്തണം. ആ ഗുരുവിലൂടെ ഒഴുകുന്ന ആത്മീയ വെളിച്ചത്തിലൂടെ മാത്രമേ നമ്മുടെ കൽബാകുന്ന രാജാവിനെ ഉണർത്താൻ സാധിക്കൂ. രാജാവ് ഉണർന്നാൽ പിന്നെ പ്രജകളായ അവയവങ്ങൾ തനിയെ നേർവഴിക്ക് വന്നുകൊള്ളും. പ്രജകളെ തല്ലി നന്നാക്കാൻ ശ്രമിക്കുന്നതിനു മുൻപ് നമുക്ക് നമ്മുടെ ഉള്ളിലെ രാജാവിനെ ഉണർത്താം. ആത്മീയതയുടെ ഭക്ഷണം നൽകി ആ കൽബിനെ കരുത്തുള്ളതാക്കാം. ഈ കൊച്ചു കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ സന്ദേശം നിങ്ങളുടെ കൽബിനെ സ്പർശിച്ചുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ആത്മീയ ചിന്തകൾ ഇനിയും കേൾക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.